ഹായ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഓണമൊക്കെ എവിടം വരെയായി? രണ്ടാം ഓണമായി, രണ്ടാമത്തെ കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം കാണിക്കാനായിട്ട് ഇപ്പം വീഡിയോ പിടിക്കുന്നത് കേട്ടോ. നിങ്ങളെ ഞാൻ കാണിക്കാത്. എനിക്ക് ഇന്ന് വന്നതാ ഇത്. ഇതൊക്കെ ഇന്ന് വന്നതാ. ഞാൻ പൊട്ടിച്ച്, എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പൊട്ടിച്ച് നോക്കി ഇത് എന്തുവാന്ന് അറിയാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഞാൻ പൊട്ടിച്ച് കേട്ടോ. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് ജീൻസിൻ്റെ പാൻറ്. ഇത് ജീൻസിൻ്റെ പാൻറ്. ഇത് വേണ്ട, ഇത് പാൻറ്. ഇത് ജീൻസിൻ്റെ പാൻറ്. പിന്നെ അതിൻ്റെ ഉടുപ്പാന്ന് തോന്നുന്നു. ഇത് ജീൻസിൻ്റെ ഉടുപ്പ് കണ്ട. ഇത് ജീൻസിൻ്റെ ഉടുപ്പ്. പിന്നെ ഒരു കാര്യമാണ് കൂട്ടുകാരെ, ഞാൻ ഇത്രയും എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഇത്രയും നാളിനകം ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല. സത്യമാണ് പറയുന്നത്. ഒരേ ആൾക്കാരൊക്കെ എൻ്റെ കുഞ്ഞുനാളിലെ ആൾക്കാരൊക്കെ ഇടുമ്പം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് മുന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇടാനുള്ള ഒരു ഭാഗ്യം ഇല്ലല്ലോ ഇതൊന്നും എന്നുള്ള മേടിക്കാൻ എത്തിട്ടില്ലായിരുന്നു. ഇപ്പം എനിക്കറിഞ്ഞോളൂ, എനിക്ക് പ്രായം ഇത്രയൊക്കെ പ്രായമായപ്പോൾ ഈ ജീൻസ് ഉടുപ്പൊക്കെ അയച്ചു തന്നല്ലോ, ആരെങ്കിലും ആയിട്ട് അയച്ചു തന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ ഒരു നൈറ്റിയും വന്നായിരുന്നു. വേണ്ട, ഒരു നൈറ്റി. ഇതൊരു നൈറ്റി കണ്ട. ഇതൊരു നൈറ്റി. അങ്ങനെ ഇതെല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ഓണത്തിനായാലും ഈ ഓണത്തിനായാലും ഇഷ്ടംപോലെ തുണികളുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടാ എനിക്ക് ഇതൊക്കെ ദൈവമായിട്ട് എനിക്ക് ഇതെല്ലാം കൊണ്ട് തരുന്നതായിരിക്കും. സത്യമാണ്. ഞാൻ ചില സമയത്ത് ഞാൻ സങ്കടപ്പെട്ട സമയങ്ങളുണ്ട് കേട്ടോ. ഓരോ സമയത്തിനൊക്കെ ഞാൻ സങ്കടപ്പെട്ട സമയമുണ്ട്. ഉടുതുണിക്ക് പോലും. എന്താന്ന് വെച്ചാൽ പണ്ടൊക്കെ ഒരു ഉടുതുണിക്ക് വരെ പഴയ തുണിയിട്ടാ സ്കൂളിൽ പോയിട്ടുള്ളതും നടന്നിട്ടുള്ളതും എല്ലാം. ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു തുണിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം തന്നെ എനിക്ക് ഇഷ്ടം പോലെ തുണി ഇപ്പം ഓരോരുത്തർ അയക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമാണ്, എന്തായാലും ഇത് അയച്ചല്ലേ ഈ ജീൻസും പാൻറ്റും ഒക്കെ. എന്തായാലും ഞാനിതൊന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഓണം അടുപ്പിച്ച് ഈ ജീൻസും പാൻറ്റും ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. ഒന്നിട്ട് നോക്കാം. എല്ലാവരെയും ഞാൻ കൂട്ടുകാരെയൊക്കെ ഇട്ട് കാണിക്കാം കേട്ടോ. ഫോട്ടോ എടുത്തൊക്കെ ഇടാം, വീഡിയോ ഒക്കെ എടുത്തിടാം, ഇതെല്ലാം ഇട്ട്. പിന്നെ എന്താണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലോ എല്ലാവർക്കും? വൈകിട്ട് എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഞാൻ ചായ കുടിച്ച്. അങ്ങനെ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്ത്. പിന്നെ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ? പിന്നെ എന്താ പറയുന്ന, നമുക്ക് ഓണത്തിരുവാതിരയൊക്കെ കളിക്കണ്ടായോ? നമ്മുടെ ഇവിടെ ഓണം പരിപാടിയൊക്കെ ഉണ്ട് 3 ദിവസം കേട്ടോ. പിള്ളാട ഡാൻസ്, തിരുവാതിര, എല്ലാ പരിപാടികളും ഉണ്ട്. എൻ്റെ കൊച്ചുമക്കളുടെയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ വെക്കുക. എല്ലാവർക്കും ടാറ്റ. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് തുണി തന്നവർക്കും തരാത്തവർക്കായാലും തന്നവർക്കായാലും എല്ലാ ആൾക്കാർക്കും ആരോഗ്യം, ആയുസ്സും ആവതും എല്ലാം ദൈവം കൊടുക്കണം. എനിക്ക് ഇതേം പറയാനുള്ളൂ. ആർക്കും ഒരാവത്തും പറ്റരുതും. എല്ലാ ആൾക്കാർക്കും എനിക്ക് സന്തോഷമുള്ളൂ. നന്ദി. എനിക്ക് തന്നവർക്കെല്ലാം നന്ദി.